കുചേലൻ തന്റെ പ്രിയ സുഹൃത്തായ ശ്രീകൃഷ്ണനെ കാണാൻ പുറപ്പെട്ട യാത്രയുടെ മനോഹരമായ കഥയാണ് പുലർക്കാലെ പുറപ്പെട്ടാം. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠം 3. പുലർക്കാലെ പുറപ്പെട്ടാം. കവിതാഭാഗം. പറഞ്ഞതങ്ങനെ തന്നെ. പാതിരാവായല്ലോ പത്നി. കുറഞ്ഞൊന്നുറങ്ങട്ടെ. ഞാൻ ഉലകീരേഴും നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ. പുലർക്കാലെ പുറപ്പെട്ടാം. അറിഞ്ഞു വല്ലതും കൂടെ തന്നേക്കേണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ. കൈക്കലേതും കൂടാതെ സ്വഭവന തിങ്കൽ നിന്നു ഗമിക്കരുതാരും. കൈക്കലിഭവുമാമിലയുമാം കുസുമവുമാം അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാ മണവാളനൊക്കെയുമാകും. മലം കല മനസ്സിലിന്നെന്തുവേണ്ടെന്നറിയാഞ്ഞു മലയ്ക്കേണ്ട, ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. ഇപ്രകാരം ഭർത്താവിന്റെ വാക്ക് കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചുകൊണ്ടന്ന ധാന്യം ക്ഷിപ്രമിരുട്ടത്തിടിക്കൊണ്ടു കല്ലും നെല്ലുമേറു മപ്രുതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി കാലത്തെഴുന്നേറ്റു കുളിച്ചൂത്തു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കൂലം കഷ കുതൂഹലം കുടയുമെടുത്തിട്ടനു കൂലയായ പത്നിയോട് യാത്രയും ചൊല്ലി. ബാലാദിത്യ വെട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമ ജാലങ്ങളെ ജപിപ്പൂതും ചെയ്തു കുചേലൻ ചാലെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാദി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. കൃതി കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കവി രാമപുരത്തു വാര്യർ. പാഠം 3. പുലർക്കാലെ പുറപ്പെട്ടാം. കൃതി കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. കവി രാമപുരത്തു വാര്യർ. കവിതയുടെ പശ്ചാത്തലം ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുചേലനോട് ഭാര്യ തന്റെ ബാല്യകാല സുഹൃത്തായ ശ്രീകൃഷ്ണനെ കാണാൻ പോകണമെന്ന് ആവശ്യപ്പെടുന്നു. ഭാര്യയുടെ വാക്ക് അംഗീകരിച്ച കുചേലൻ പുലർച്ചെ കൃഷ്ണനെ കാണാനായി പുറപ്പെടുന്നതാണ് ഈ കവിതാഭാഗത്തിലെ സന്ദർഭം. പറഞ്ഞതങ്ങനെ തന്നെ. പാതിരാവായല്ലോ പത്നി. കുറഞ്ഞൊന്നുറങ്ങട്ടെ. ഞാൻ ഉലകീരേഴും. നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. എന്നാൽ ഇപ്പോൾ പാതിരാത്രിയായല്ലോ ഭാര്യേ. 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെ കാണാൻ പോകുന്നതിനു മുമ്പ് ഞാൻ കുറച്ചുനേരം ഉറങ്ങട്ടെ എന്ന് കുചേലൻ പറയുന്നു. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പെട്ടാം. അറിഞ്ഞു വല്ലതും കൂടെ തന്നേക്കേണം. എല്ലാ ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ശ്രീകൃഷ്ണനെ കാണാൻ പുലർച്ചെ യാത്ര പുറപ്പെടാമെന്ന് കുചേലൻ പറയുന്നു. കൃഷ്ണന് സമ്മാനമായി നൽകാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു വസ്തു കൂടെ തയ്യാറാക്കി തരണമെന്നും ഭാര്യയോട് ആവശ്യപ്പെടുന്നു. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ 3 ലോകങ്ങളെയും ഭരിക്കുന്ന മഹാനായ ശ്രീകൃഷ്ണനെ കാണാൻ വെറും കൈയോടെ പോകാൻ പാടില്ലെന്ന് കുചേലൻ പറയുന്നു. സ്വഭവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും. കൈക്കലിഭവുമാമിലയുമാം കുസുമവുമാം വലിയ സമ്മാനമായ ആനയായാലും ചെറിയ ഇലയോ പൂവോ ആയാലും കയ്യിൽ എന്തെങ്കിലും കരുതിക്കൊണ്ടുവേണം ഭഗവാനെ കാണാൻ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ. അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യാ മണവാളനൊക്കെയുമാകും. അവൽ, മലർ, പഴം എന്നിവയിൽ തങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും കൊണ്ടുപോയാൽ മതി. ലക്ഷ്മീദേവിയുടെ ഭർത്താവായ ശ്രീകൃഷ്ണൻ ഭക്തിയോട് നൽകുന്ന ഏത് ചെറിയ സമ്മാനവും സന്തോഷത്തോടെ സ്വീകരിക്കും. മലം കള മനസ്സിലിന്നെന്തു വേണ്ടെന്നറിയാഞ്ഞു മലയ്ക്കേണ്ട, ചൊന്നതിലൊന്നുണ്ടാക്കിയാലും. എന്താണ് കൊടുക്കേണ്ടതെന്നറിയാതെ നീ വിഷമിക്കേണ്ട. ഞാൻ പറഞ്ഞ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് തയ്യാറാക്കിയാൽ മതി എന്ന് കുചേലൻ ഭാര്യയെ ആശ്വസിപ്പിക്കുന്നു. ഇപ്രകാരം ഭർത്താവിന്റെ വാക്ക് കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചുകൊണ്ടന്ന ധാന്യം ഭർത്താവായ കുചേലന്റെ വാക്കുകൾ കേട്ട ശേഷം ബ്രാഹ്മണപത്നി അയൽവീടുകളിൽ പോയി യാചിച്ച് കുറച്ച് ധാന്യം വാങ്ങിക്കൊണ്ടുവന്നു. ക്ഷിപ്രമിരുട്ടത്തിടിക്കൊണ്ടു കല്ലും നെല്ലുമേറു മപ്രുതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി അവൾ രാത്രിയിലെ ഇരുട്ടിൽ വളരെ വേഗത്തിൽ ധാന്യമിടിച്ച് അവലാക്കി. ഇരുട്ടിൽ ശരിയായി നോക്കാൻ കഴിയാത്തതിനാൽ ആ അവലിൽ കല്ലും തൊലി നീങ്ങാത്ത നെല്ലും ധാരാളമുണ്ടായിരുന്നു. ആ അവൽ ഒരു തുണിയിൽ പൊതിഞ്ഞു കെട്ടി. ഈ വരികൾ കുചേല കുടുംബത്തിന്റെ കടുത്ത ദാരിദ്ര്യം വ്യക്തമാക്കുന്നു. കാലത്തെഴുന്നേറ്റ് കുളിച്ചൂത്തു വന്ന പതിയുടെ കാലടി വന്ദിച്ചു പൊതി കയ്യിൽ കൊടുത്തു. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധനായി വന്ന ഭർത്താവിന്റെ കാലുകൾ ഭാര്യ വണങ്ങി. തുടർന്ന് അവൽ നിറച്ച തുണിപ്പൊതി കുചേലന്റെ കയ്യിൽ കൊടുത്തു. കൂലം കഷ കുതൂഹലം കുടയുമെടുത്തിട്ടനു
കൂലയായ പത്നിയോട് യാത്രയും ചൊല്ലി. വളരെയധികം സന്തോഷത്തോടും ആകാംക്ഷയോടും കൂടി കുചേലൻ തന്റെ കുടയെടുത്തു. തന്നെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ഭാര്യയോട് യാത്ര പറഞ്ഞ് അദ്ദേഹം പുറപ്പെട്ടു. ബാലാദിത്യവട്ടം തുടങ്ങിയ നേരം കൃഷ്ണനാമജാലങ്ങളെ ജപിപ്പൂതും ചെയ്തു കുചേലൻ. പ്രഭാത സൂര്യന്റെ ആദ്യ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന സമയത്താണ് കുചേലൻ യാത്ര ആരംഭിച്ചത്. യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ശ്രീകൃഷ്ണന്റെ പല നാമങ്ങളും ഭക്തിയോടെ ജപിച്ചുകൊണ്ടിരുന്നു. ചാലെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാദി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. ചകോരം തുടങ്ങിയ പക്ഷികൾ കുചേലന്റെ വലതുവശത്തുകൂടി പറന്നുപോയി. അവയുടെ മനോഹരമായ ശബ്ദം കേട്ടുകൊണ്ടാണ് അദ്ദേഹം യാത്ര പുറപ്പെട്ടത്. പക്ഷികൾ വലതുവശത്തുകൂടി പോകുന്നത് നല്ല ശകുനമായാണ് കവി അവതരിപ്പിക്കുന്നത്. കവിതാഭാഗത്തിന്റെ ആശയം ഭാര്യയുടെ നിർബന്ധപ്രകാരം കുചേലൻ തന്റെ ബാല്യകാല സുഹൃത്തായ ശ്രീകൃഷ്ണനെ കാണാൻ തീരുമാനിക്കുന്നു. ദരിദ്രനായിരുന്നെങ്കിലും മഹാനായ ഒരു വ്യക്തിയെ വെറും കൈയോടെ കാണാൻ പോകുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം കരുതുന്നു. ഭാര്യ യാചിച്ചു കിട്ടിയ ധാന്യം ഇടിച്ച് അവലാക്കി ഒരു ചെറിയ പൊതിയിൽ കെട്ടി നൽകുന്നു. പുലർച്ചെ കൃഷ്ണനാമം ജപിച്ചുകൊണ്ട് നല്ല ശകുനങ്ങളോടെയാണ് കുചേലൻ യാത്ര പുറപ്പെടുന്നത്. അർത്ഥം കണ്ടെത്തുക. പദം അർത്ഥം: ഉലക്, ലോകം. ഈരേഴ്, 27, 14. ഇഭം, ആന. ആദിത്യൻ, സൂര്യൻ. കുസുമം, പൂവ്. വിപ്രഭാമിനി, ബ്രാഹ്മണന്റെ ഭാര്യ. ക്ഷിപ്രം, പെട്ടെന്ന്, വേഗത്തിൽ. കൂലം കശകുതൂഹലം, അതിയായ ആകാംക്ഷ, അതിരില്ലാത്ത ഉത്സാഹം. പൃഥുകം, അവൽ. മലർക്കന്യാ മണവാളൻ, ലക്ഷ്മീദേവിയുടെ ഭർത്താവ്, ശ്രീകൃഷ്ണൻ. ചകോരം, ഒരിനം പക്ഷി. ഗമിക്കുക, പോകുക, യാത്ര ചെയ്യുക. സമാനാർത്ഥ പദങ്ങൾ. പദം, സമാനാർത്ഥപദം. വിപ്രൻ, ബ്രാഹ്മണൻ. ഭർത്താവ്, പതി, കാന്തൻ, നാഥൻ. പ്രഭാതം, പുലരി, പുലർക്കാലം. ചകോരം, ചകോര പക്ഷി. മലർ, കുസുമം, പൂവ്. ഇഭം, ആന, ഗജം. ഭാമിനി, പത്നി, ഭാര്യ. ഇരുട്ട്, അന്ധകാരം, തമസ്. ആദിത്യൻ, സൂര്യൻ, രവി. വരികൾ കണ്ടെത്തി എഴുതുക. 1. ദരിദ്രനാണെങ്കിലും അഭിമാനിയാണ് കുചേലനെന്ന് വെളിവാക്കുന്ന കവിതാഭാഗം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹുളുന്ന മഹാപ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും. വിശദീകരണം: വളരെ ദരിദ്രനായിരുന്നിട്ടും മഹാനായ കൃഷ്ണനെ വെറും കൈയോടെ കാണാൻ പോകാൻ കുചേലൻ തയ്യാറായില്ല. ഇത് അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെയും നല്ല സംസ്കാരത്തെയും കാണിക്കുന്നു. 2. കുചേല കുടുംബത്തിന്റെ ഇല്ലായ്മയെ പ്രതിനിധാനം ചെയ്യുന്ന വരികൾ. വിപ്രഭാമിനി യാചിച്ചുകൊണ്ടെന്ന ധാന്യം ക്ഷിപ്രമിരുട്ടത്തിടിക്കൊണ്ടു. കല്ലും നെല്ലുമേറു മപ്രതുകം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി. വിശദീകരണം: വീട്ടിൽ ധാന്യമില്ലാത്തതിനാൽ ഭാര്യയ്ക്ക് മറ്റുള്ളവരോട് യാചിക്കേണ്ടി വന്നു. വെളിച്ചത്തിനുള്ള സൗകര്യമില്ലാത്തതിനാൽ ഇരുട്ടിലാണ് അവൾ ധാന്യമിടിച്ചത്. ഇത് അവരുടെ കടുത്ത ദാരിദ്ര്യം വ്യക്തമാക്കുന്നു. 3. ചകോരദർശനം പുണ്യമാണെന്ന പുരാവൃത്തം വ്യക്തമാക്കുന്ന കാവ്യഖണ്ഡം. ചാലെ വലത്തോട്ടൊഴിഞ്ഞ ചകോരാദി പക്ഷികളുടെ കോലാഹലം കേട്ടുകൊണ്ടു വിനിർഗമിച്ചു. വിശദീകരണം: ചകോരം തുടങ്ങിയ പക്ഷികൾ വലതുവശത്തുകൂടി പറന്നുപോകുന്നതും അവയുടെ ശബ്ദം കേൾക്കുന്നതും നല്ല ശകുനമായി കവി അവതരിപ്പിക്കുന്നു. ഉത്തരമെഴുതുക. 1. കുചേലൻ തന്റെ ഭാര്യയോട് കൃഷ്ണനെ കാണുന്നതിനെക്കുറിച്ച് പറയുന്നതെന്താണ്? പാതിരാത്രിയായതിനാൽ കുറച്ചുനേരം ഉറങ്ങിയ ശേഷം പുലർച്ചെ കൃഷ്ണനെ കാണാൻ പുറപ്പെടാമെന്ന് കുചേലൻ ഭാര്യയോട് പറയുന്നു. മഹാനായ കൃഷ്ണനെ വെറും കൈയോടെ കാണാൻ പോകുന്നത് ശരിയല്ലെന്നും ഇലയോ പൂവോ അവലോ മലരോ പഴമോ തുടങ്ങി കഴിവിനനുസരിച്ച് എന്തെങ്കിലും സമ്മാനമായി തയ്യാറാക്കി തരണമെന്നും അദ്ദേഹം പറയുന്നു. 2. കുചേലന്റെ വാക്കുകൾ കേട്ടിട്ട് ഭാര്യ ചെയ്തതെന്താണ്?
കുചേലന്റെ വാക്കുകൾ കേട്ട ഭാര്യ മറ്റുള്ളവരോട് യാചിച്ച് കുറച്ച് ധാന്യം വാങ്ങിക്കൊണ്ടുവന്നു. രാത്രിയിലെ ഇരുട്ടിൽ അത് വേഗത്തിലിടിച്ച് അവലാക്കി. കല്ലും നെല്ലും കലർന്ന ആ അവൽ ഒരു തുണിയിൽ പൊതിഞ്ഞുകെട്ടി. രാവിലെ കുളിച്ചു വന്ന ഭർത്താവിന്റെ കാലുകൾ വണങ്ങിയ ശേഷം അവൾ ആ പൊതി കുചേലന്റെ കയ്യിൽ കൊടുത്തു. 3. കുചേലൻ യാത്ര പുറപ്പെടുമ്പോൾ നല്ല ശകുനമായി കവി പറയുന്നതെന്താണ്? കുചേലൻ യാത്ര പുറപ്പെടുമ്പോൾ ചകോരം തുടങ്ങിയ പക്ഷികൾ അദ്ദേഹത്തിന്റെ വലതുവശത്തുകൂടി പറന്നുപോയി. അവയുടെ കോലാഹലം കേൾക്കുകയും ചെയ്തു. ഇതാണ് യാത്രയുടെ നല്ല ശകുനമായി കവി പറയുന്നത്. പഠന പ്രവർത്തനങ്ങൾ. 1. പ്രഭാതത്തിൽ ഏതൊക്കെ പക്ഷികളുടെ സംഗീതമാണ് സാധാരണ നാം കേൾക്കാറുള്ളത്? പ്രഭാതത്തിൽ സാധാരണ കേൾക്കാറുള്ള പക്ഷികളുടെ പേരുകൾ: കുയിൽ, കുരുവി, കാക്ക, മൈന, തത്ത, പ്രാവ്, മരംകൊത്തി, ചെമ്പോത്ത്, ബുൾബുൾ, വാനമ്പാടി. 2. ഇഷ്ടപ്പെട്ട പക്ഷിയെക്കുറിച്ചുള്ള കവിത. കുയിൽ മാവിൻ കൊമ്പിൽ കുയിൽ വന്നു മധുരഗാനം പാടിയിടാൻ, പുലരിക്കാറ്റിൽ ഈണമൊഴുകി പൂക്കൾ മെല്ലെ ചിരിച്ചിടാൻ, കറുത്ത ചിറകും കുഞ്ഞിക്കണ്ണും കാണാൻ നല്ലൊരു ചന്തമാണ്, കുയിലേ നിന്റെ മധുരസ്വരം പ്രകൃതിയുടെ സംഗീതമാണ്. പാഠം വീണ്ടും വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ മറക്കരുതേ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.